ദിവസം കൊണ്ട് ഈ പയ്യനോട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് അധികാരികൾ ഒരുപാട് വലിയൊരു പാർട്ടിക്കാരോ അല്ലെങ്കിൽ കുറച്ച് പേര് പിന്തുണയ്ക്കാനോ ഒന്നുമില്ല. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞ് ഈ വണ്ടിക്ക് ഓൾറെഡി കംപ്ലൈൻ്റ് ഉള്ളതാണ്, ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഈ വണ്ടി എടുക്കേണ്ട വലിയ ആവശ്യമുണ്ടോ എന്നാണ് കുറേ ആൾക്കാർ കമൻസ് ചെയ്യുന്നത്. അതിൽ കാര്യമില്ലാതില്ല. ഇപ്പോൾ കിടന്ന മോനെ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. അവിടെ തന്നെ നിരാഹാരം നിൽക്കുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇനിയെങ്കിലും കുറച്ച് ആൾക്കാരോട് പറയാനുള്ളത്, ഈ വണ്ടി എടുക്കരുത് ദയവേത്. ഇതിനെക്കുറിച്ച് കുറേ കംപ്ലയിൻറ്റ്സ് എല്ലാം നേരത്തെ ഓൾറെഡി കുറേ പയ്യന്മാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണ് ഇതെടുത്തതെന്ന് എനിക്ക് ആ പയ്യനോട് ചോദിക്കാനുള്ളത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷേ ഇതിന് നീതി കിട്ടണം. ഇതിന് അധികാരികൾ എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുക, അല്ലെങ്കിൽ മന്ത്രിതലത്തിൽ എന്തായാലും ഈ ഒരുപാട് ആൾക്കാർ ന്യൂസ് കവർ ചെയ്യുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ വന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു ആക്ഷൻ എടുക്കുക, അതിന് നീതി വാങ്ങിച്ചു കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പൻസേഷൻ ആ കമ്പനി കൊടുക്കണം. ഒന്നേ പുതിയ വണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പൈസ കൊടുക്കുക തിരിച്ച് മേടിച്ചിട്ട്. രണ്ടിലെങ്കിലും ഒന്ന് ചെയ്യുക അല്ലേ. അപ്പോൾ ഇനിയെങ്കിലും അച്ഛന്മാരോട് പറയാനുള്ളത്, ഇതുപോലുള്ള വണ്ടി എടുക്കുമ്പോൾ ചിലപ്പം അദ്ദേഹത്തിന് വേറെ വരുമാനമില്ല, ഈ ഒരു റവന്യൂ കൊണ്ടിട്ടായിരിക്കും അദ്ദേഹം ജീവിക്കുന്നത്, സ്വിഗ്ഗി മറ്റു കാര്യങ്ങളൊക്കെ ഓടിയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു ആൾക്കാരെ ഇങ്ങനെയൊക്കെ പാടുപെടുത്താൻ പാടില്ല, ഏത് കമ്പനിക്കാരായാലും. അപ്പോൾ ഇതൊക്കെ പാഠമാണെന്ന് മറ്റുള്ള കമ്പനിക്കാരും ഒരു പാഠമാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പാവപ്പെട്ടവന്മാരെ വലിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വന്ന് നിങ്ങളുടെ കമ്പനിയുടെ ഫ്രണ്ടിൽ വന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യും. അത് നിങ്ങളുടെ ഫെയിമിനെ ഒത്തിരി ബാധിക്കും. ഇപ്പോൾ ഒത്തിരി പേര് കമ്പനിക്കാർ കോംപ്രമൈസിന് വിളിച്ചു എന്നാണ് പറയുന്നത്. ഇനിയും കുറച്ച് സത്യാവസ്ഥകൾ പുറത്തു വരാനുണ്ട്, നമുക്കറിയത്തില്ല. എന്നൊരു പുറം മാത്രം ഇപ്പോൾ പുള്ളിയുടെ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഇനി കമ്പനിക്കാരുടെ ഭാഗത്തു നിന്ന് അവരുടെ റെസ്പോൺസൊന്നും അതേ വീഡിയോയിലൊന്നും ആരും കണ്ടില്ല. ഇത് കംപ്ലൈൻ്റ് ഉള്ള വണ്ടികൾ തന്നെയാണ്. അത് കുറേ വർഷങ്ങളായിട്ട് എല്ലാവരും കേൾക്കുന്നതാണ്, ഈ വണ്ടിക്ക് കംപ്ലൈൻറ്റ് ചെയ്ത് എടുക്കരുതെന്ന്. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണ് ഈ പയ്യൻ ഈ വണ്ടി എടുത്തെന്ന് ഉള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഇല്ല. വന്നതൊക്കെ വന്നു. നീതി കിട്ടണം. ബാക്കി നിങ്ങൾ പറയാം. ഷെയർ ദിസ് വീഡിയോ. എൻ്റെ അഭിപ്രായത്തിനോട് യോജിക്കുന്നവർ കമൻറ്റ്സ് ചെയ്യാം, യോജിക്കാത്തവരുണ്ടാവും. ആൻഡ് മോർ റിയാക്ഷൻ വീഡിയോസ് നെറ്റിൻ്റെ പേജും കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ പിച്ച എടുക്കുന്നത് ഇതൊക്കെ ആരോഗ്യം ഉണ്ടല്ലോ. ഇതൊന്നും നോക്കി 1,60,000 രൂപ കൊടുത്ത് വാങ്ങിയ വണ്ടിയാ, ജോലിക്ക് പോകാൻ വേണ്ടി വാങ്ങിയ വണ്ടിയാ. ഞാനാണെങ്കിൽ സ്വിഗ്ഗി ഡെലിവറി പോയാ. ഇത് പോകുന്ന വഴിക്കെല്ലാം വണ്ടി അങ്ങ് ഓഫായി പോവാ. പാതിരാത്രി പല സ്ഥലത്തും ഡെലിവറിക്ക് പോകുന്നതായിരിക്കും, 10-15 കിലോമീറ്റർ ഒക്കെ ഡെലിവറിക്ക് പോകുന്നതായിരിക്കും. അന്നേരം വണ്ടി ഓഫായി പോകും. ഇപ്പോഴും സ്ഥിരമായിട്ട് കംപ്ലൈന്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ സ്വിഗ്ഗി ഓടുന്നത്, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഓച്ചിറ ഹൈവേയിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഫിഷ് യാചിക്കുക. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു. ഞാനിപ്പം ഓല മേടിച്ച് ഓലക്കുടിൽ ഇങ്ങനെ ഇരുന്ന് ഫിഷ് എടുക്കേണ്ട ഗതികേടിലായിപ്പോയി. വല്ലതും തരണേ അമ്മ എന്നും പറഞ്ഞ് ഫിഷ് എടുക്കേണ്ട ഗതികേടിലായിപ്പോയി. ഓല എടുക്കുന്ന എല്ലാവരുടെയും സ്ഥിതി ഇത് തന്നെ ആയിരിക്കും.